നമ്മളിന്ന് നമ്മുടെ അടുക്കളയിലുള്ള വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സാധനം വെച്ചൊരു ഫേസ് പാക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 2 കഷ്ണം നല്ല പഴുത്ത പപ്പായാണ്. പപ്പായ നമ്മൾ കഴിക്കുന്നതും ഇതുപോലെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇതുപോലെ സ്ക്രാപ്പ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടും. ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ കൈ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്താലും മതി. അത്രയും പഴുത്തിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഏതാണ്ട് ഒരു 2 സ്പൂണുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഇരട്ടി മധുരമാണ്, ലിക്വറൈസ് പൗഡറാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ കരിമങ്ങല് മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ മാവ് അരച്ച് വെക്കില്ലേ, ഉഴുന്നും അരിയും ഉലുവയെല്ലാം ചേർത്ത്. അപ്പോൾ ആ മാവ് കുറച്ച് ഞാൻ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഞാൻ ഇത് മുഖത്ത് ഒന്നും പെട്ടെന്ന് ഫേസ് പാക്ക് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത ദിവസം മിക്കവാറും ഞാൻ ഫേസിൽ തേക്കുന്നതാണ്. അതൊരു 2.5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ എളുപ്പമാണ്. നമ്മുടെ ഇരട്ടി മധുരം മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് കൂടുതലും കരിമങ്ങല് ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ. അല്ലാത്തവർക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഹാർഡായിട്ട് ഒരിക്കലും മുഖത്ത് അപ്ലൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി ഇത് മുഖത്ത് തേക്കാം. ഞാനിവിടെ മുഖം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടായിരിക്കാം എൻ്റെ കരിമങ്ങലൊക്കെ നല്ല മാറ്റമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ മുഖം ആദ്യം ഉണ്ടായിരുന്ന സമയം ഇപ്പോൾ ഉള്ളതും. ഇനി ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് നല്ല പഴുത്ത പപ്പായയുടെ ആ ഒരു ഭാഗമില്ലേ, അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്, കളയാതെ വെച്ചതാണ് കേട്ടോ. അത് നിർബന്ധമില്ല. സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തിട്ട് നന്നായി തുടച്ച് ഫേസ് പാക്ക് ഇട്ടാൽ മതി. പക്ഷേ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ പപ്പായ നല്ലോണം പഴുത്ത പപ്പായ ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ അതിൻ്റെ ആ ഉള്ളിലുള്ള പൾപ്പൊക്കെ ഇങ്ങനെ ക്രീം പോലെ വരും. അപ്പോൾ ഇത് മുഖത്ത് വെച്ച് നല്ല സോഫ്റ്റായിട്ട് ഉരയ്ക്കണം. ഞാൻ എപ്പോൾ ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ മുഖത്തോ കണ്ണിന് ചുറ്റുമൊന്നും ഒരിക്കലും നമ്മൾ ഹാർഡായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അത് കണ്ണിൻ്റെ ചുറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടിരിക്കുന്ന സ്കിന്നാണ്. അപ്പോൾ ഈ ജ്യൂസ് ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം സോഫ്റ്റായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഇത് കണ്ണിൻ്റെ ചുറ്റാണെങ്കിലും നമ്മുടെ മുഖത്താണെങ്കിലും ചുണ്ടിനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. നല്ല പഴുത്ത പപ്പായ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇങ്ങനെ സർക്കിളിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമേ നമ്മുടെ കണ്ണിൻ്റെ തടത്തിലൊക്കെ ചെയ്ത് കൊടുക്കാവൂ. പിന്നെ ഞാൻ ഈ പപ്പായ കൊണ്ട് തന്നെ ഇങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല എഫക്റ്റീവാണ്. ഒട്ടും സമയമില്ലാത്തവർക്ക് ഒരു ഫേസ് പാക്കായി തന്നെ ഈ പപ്പായ എടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ മുഖമൊക്കെ കഴുകുകയാണ്. വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് ഫ്രഷായ പോലെ ഇരിക്കുകയും ചെയ്യും. നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് കേട്ടോ പപ്പായ മാത്രം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല പഴുത്ത പപ്പായ ആയിരിക്കണം. ഇനി ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മുഖം കണ്ടില്ലേ, ഒരു പ്രത്യേക ഒരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഫേസ് പാക്ക് ഇടാം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒത്തിരി വലിയൊരു പ്രശ്നങ്ങളൊന്നും കരിമംഗല്യത്തിൻ്റെ ഇതിൽ വന്നിട്ടില്ല. ഒരുപാട് കരിമംഗല്യം എനിക്ക് എൻ്റെ അമ്മയ്ക്കും അമ്മയുടെ ചേച്ചിമാർക്കൊക്കെ നല്ല കരിമംഗല്യമാണ്. ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ വലിയ പാടായിരുന്നു ഇത് മാറാൻ. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല മാറ്റമാണ്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വേണം ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക. ഇത് ബ്രഷായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, മുഖത്ത് ഒരിക്കലും നല്ല ഹാർഡായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ട് ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ മുഖത്തും കഴുത്തിലൊക്കെയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. ഈ ലിക്വറൈസ് പൗഡർ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചെടുത്തതാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇടാറുണ്ട്. ഒന്നുകിൽ ലിക്വറൈസ് പൗഡർ അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. അപ്പോൾ മുഖത്തും കഴുത്തിലൊക്കെ നല്ല കട്ടിയിൽ തന്നെ ഞാനിതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഹെയറൊക്കെ ഡൈ ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഇങ്ങനെ ഉണങ്ങാനുള്ള സമയമായിട്ടില്ല, എന്നാൽ പോലും ഉണങ്ങാൻ കാത്തു നിൽക്കാതെ ഇതുപോലെ തണുത്ത വെള്ളത്തിൽ, സാധാരണ നമ്മൾ എടുക്കുന്ന വെള്ളം ഇതുപോലെ മുഖത്തൊന്നിങ്ങനെ തട്ടിച്ചേർത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വേണം ഇതിനെ. പതുക്കെയാണ് കേട്ടോ, ഒരിക്കലും നല്ല ഇങ്ങനെ ബലം കൊടുക്കരുത്.
അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിട്ട ഫേസ് പാക്ക് ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല മാറ്റമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഒരു ഗ്ലോ ഒക്കെ കിട്ടുമെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ചെയ്യേണ്ടത് വൈകുന്നേരം, മിക്കവാറും ഫേസ് പാക്ക് ചെയ്യുന്നത് വൈകുന്നേരമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് മുൾത്താനി മിട്ടിയിലും ചെയ്യാം. മുൾത്താനി മിട്ടി എന്ന് പറഞ്ഞാൽ ഒരു മണ്ണാണ്, പക്ഷെ നമ്മുടെ നാട്ടിലെ മണ്ണൊന്നും ഒരിക്കലും മുഖത്ത് തേക്കരുത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളുള്ളതാണ് കേട്ടോ. മുഖമൊക്കെ പോറിപ്പോവും. മുൾത്താനി മിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു പൗഡറാണ്. അതിനെ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് നല്ല മാറ്റമാണ് കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷന് പോകണമെങ്കിലോ തലേ ദിവസം ചെയ്ത് വെച്ചാൽ മതി. ഇത് ഈ കരിമങ്ങല് മാറാനും വളരെ നല്ലതാണ് കേട്ടോ. എനിക്കിപ്പോൾ നല്ല മാറ്റമാണ്. ഞാനിത് അടുപ്പിച്ചൊക്കെ പലതരം ഫേസ് പാക്കുകളും ചെയ്യാറുണ്ട്. കുറേയൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഈ സൈഡിലുള്ള കരിമങ്ങലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നില്ലേ? ഇനി ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കണ്ടു നോക്കണം. ഈ ഒരു ജെല്ലുണ്ടാക്കുന്നത് ഇത് നമ്മൾ വെണ്ടയ്ക്കയും അലോവേരയും കൂടെ ഉണ്ടാക്കിയതാണ്. ഇതൊരു ബേസാണ് കേട്ടോ. ഇത് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇത് ഞാൻ നല്ല തണുത്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പിലാണ്. ഇത് ഞാൻ കുറച്ച് ഇതുപോലെ എടുത്ത് നല്ല സോഫ്റ്റായിട്ട് കണ്ണിൻ്റെ തടത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട്. ഇത് കിടക്കുന്ന സമയത്ത് നമ്മൾക്ക് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഡേയിൽ നമുക്ക് നല്ല സ്ട്രെയിനൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ഇതുപോലെ തേച്ച് കൊടുക്കുക. കണ്ണിൻ്റെ ഈ സൈഡിലുള്ള കറുപ്പൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇനി ഇത് നല്ലോണം തേച്ച് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ വീണ്ടും ഒരു 2 വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കരിമങ്ങലുള്ളവർക്കും മുഖത്ത് പാടുള്ളവർക്കൊക്കെ വളരെ യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും കൂടെ മോയ്സ്ചറൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എപ്പോൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രീം നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ മുഖം നന്നായിട്ട് ക്ലീൻ ആക്കിയിരിക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ വിചാരിച്ച ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും കയ്യിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാവും ഇടുന്നത് നല്ലത്. അലർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഒഴിവാക്കണം കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് സാധനങ്ങളായതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നമൊന്നും ആർക്കും കാണില്ല. അപ്പോൾ എനിക്ക് നല്ല എഫക്റ്റീവാണ്. നിങ്ങളുണ്ടാക്കി നോക്കണേ, പ്രത്യേകിച്ച് കരിമങ്ങലുള്ളവർക്ക്.